കാൽപന്തെന്ന കാൽപ്പനികതയുടെ കയ്യൊപ്പ് കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ കുരുതികളമൊരുക്കുന്ന കാവലാളുകളുടെ കൈക്കരുത്തിൽ നിന്നും 5000 ക്യൂബിക് സെന്റിമീറ്റർ കാറ്റിനെ കുത്തിനിറച്ച് ഭൂഗോളത്തിന്റെ സ്പന്ദനം ആവാഹിച്ച് കാറ്റിന്റെ ദിശയ്ക്ക് അനുകൂലമായി ശാസ്ത്രത്തിന്റെ നിരീക്ഷണങ്ങൾക്ക് പ്രതികൂലമായി ഗോൾ വലയിലേക്ക് പെയ്തിറങ്ങുന്ന ഓരോ പന്തിനും ജർമ്മൻ തെരുവിൽ സ്വർണ്ണക്കരണ്ടിയുടെ പിൻബലമില്ലാതെ സ്വർണ്ണ പതക്കത്തിന്റെ പാരമ്പര്യമില്ലാതെ പിറന്നു വീണ അസിസ്റ്റുകളുടെ രാജാവിന്റെ കഥ പറയാനുണ്ടാകും. എന്നാൽ ഫുട്ബോൾ പ്രൊട്ടഗോണിസ്റ്റുകൾ കീറിമുറിക്കാൻ ഭയപ്പെടുന്ന അളന്നുമുറിച്ച ക്രോസുകൾ കൊണ്ട് എണ്ണം പറഞ്ഞ ഗോളുകൾ സമ്മാനിച്ച് എതിർത്തട്ടകത്തിന്റെ ഗോൾ വലയിൽ പ്രഹരങ്ങൾ തീർക്കുന്ന ആ മധ്യനിരക്കാരന് ഫുട്ബോൾ സമ്മാനിച്ചത് വേദനകൾ മാത്രമായിരുന്നു. വർഗീയതയുടെ പേരിലും വിമർശനങ്ങളുടെ പേരിലും കാണികളുടെ കുത്തുവാക്കിൽ മനംതൊന്ന് പലതവണ അദ്ദേഹത്തിന് കളിക്കളം വിടേണ്ടി വന്നിട്ടുണ്ട്. ജർമ്മൻ കുപ്പായമണിയാൻ യോഗ്യതയില്ലാത്തവനെന്ന് ജർമ്മൻ ഭരണാധികാരികൾ മുദ്ര കുത്തിയപ്പോൾ പോലും അദ്ദേഹം കാൽപന്തിനെ കൈവിട്ടില്ല. ഒരിക്കൽ ആഴ്സണലിന്റെ കുപ്പായമണിഞ്ഞ് യൂറോപ്പ ലീഗിൽ കളിക്കുന്നതിനിടയിൽ കോണറെടുക്കാൻ മുന്നോട്ട് വന്ന അദ്ദേഹത്തിന് നേരെ കാണികളിൽ ഒരാൾ ഒരു കഷ്ണം ബ്രെഡ് എടുത്തെറിഞ്ഞു. തെല്ലൊന്നു പരിഭ്രമിക്കാതെ വിമർശനത്തിന് മറുപടി കൊടുക്കാതെ അദ്ദേഹം വന്നുവീണ ബ്രെഡിൽ ഒരു മൃദുചുംബനം സമ്മാനിച്ചുകൊണ്ട് ഭക്ഷണ പദാർത്ഥത്തോടുള്ള ആദരവ് കാണിച്ചു. കളി കഴിഞ്ഞ് മടങ്ങവേ ആരാധകരുടെ പ്രതിഷേധത്തിനെ എങ്ങനെ കാണുന്നുവെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണിത്. നിങ്ങളൊരു കടലാസ് കഷ്ണമോ പ്ലാസ്റ്റിക് ബോട്ടിലോ ചെരുപ്പോ എനിക്ക് നേരെ ഏറണമെങ്കിൽ എൻ്റെ മനസ്സിത്ര വേദനിക്കില്ലായിരുന്നു. ലോകത്ത് 50% താഴെ ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലാണ്. ഭക്ഷണ പദാർത്ഥങ്ങളോട് നമ്മളെപ്പോഴും കടപ്പാടുള്ളവരായിരിക്കണം. പട്ടിണിയുടെ വിലയേറിനവനെ അത് പറ്റൂ. 1000 കുത്തുവാക്കുകൾ കൊണ്ട് എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചോളൂ. ഞാനൊന്നും എൻ്റെ രാജ്യത്തിനെ സ്നേഹിക്കുന്നു. അസിസ്റ്റുകൾ കൊണ്ട് ഗോൾ സൃഷ്ടിക്കുന്നതിൽ മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിലും ആ 10ാം നമ്പർ ജേഴ്സിക്കാരൻ വലിയവനാണെന്ന് മെസ്സിയെ കൊണ്ടുപോലും പറയിച്ചിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരന്റെ പേര് ഒസിൽ എന്നായിരിക്കണം. ആഴ്സണലിന്റെ നട്ടലായും ജർമ്മനിയുടെ ഗോൾ മെഷീനായും നിലയുറപ്പിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സെൻട്രൽ മിഡ്ഫീൽഡറായും കൗണ്ടർ അറ്റാക്കുകളിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും 90 മിനിറ്റും പുൽ മൈതാനത്ത് നിലയുറപ്പിക്കുന്ന ഒരേയൊരു താരം. അസിസ്റ്റുകളുടെ രാജാവെന്ന പേരിൽ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുന്ന അദ്ദേഹത്തിന് ആരാധക വൃത്തം നൽകിയ ഒരു പേരുണ്ട്, M10 അഥവാ മെസൂട്ട് ഒസിൽ.